സമയം 12 മണി. പുറത്ത് നല്ല മഴ, അകത്ത് ഭയങ്കര വിശപ്പ്. ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ഈ 2 ഐറ്റമാണ്, പാലും ഒരു പഴവും ഉണ്ട്. ഇതും കൊണ്ട് ഇപ്പോൾ എന്താ ഉണ്ടാക്കുകയെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എന്തെങ്കിലും ഒന്ന് ആക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പഴം എന്തായാലും തൊലിച്ച്. ചെറിയൊരു കേടുണ്ടായിരുന്നേ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് ഇനി നമുക്കിത് ചെറുതാക്കി മുറിക്കാം. ചുറ്റിനും പരതിയപ്പം ഒരു വെല്ലത്തിൻ്റെ കഷ്ണം കൂടെ കിട്ടി. എന്തായാലും അത് നമുക്ക് അലിയിക്കാനായിട്ട് വെക്കാം. ഈ വെല്ലവും പഴവും നമ്മുടെ പാലും വെച്ചിട്ട് എന്തുണ്ടാക്കും? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് പഴം ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ചൂടായ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. നമ്മൾ അന്നുണ്ടാക്കിയ നെയ്യ്, ഹോം മെയ്ഡ് നെയ്യില്ലേ, അതാണിത്. അതൊരു സ്പൂൺ ഒഴിച്ചിട്ട് നമുക്ക് ഈ പഴവും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ അതിലേക്ക് ചേർക്കാം. ഇത് രണ്ടും കൂടെ നല്ലോണം കിടന്ന് അങ്ങോട്ട് മിക്സ് ആവട്ടെ. മിക്സായി വരുമ്പോഴാണ് നമ്മൾ നേരത്തെ ഉരുകാൻ വേണ്ടി മാറ്റി വെച്ച വെല്ലം ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് അരിച്ചിട്ട് ചേർക്കണം. അരിക്കണത് എന്താ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വല്ല കല്ലോ മുള്ളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ. അപ്പോൾ നമ്മൾ എന്തായാലും അരിച്ച് ചേർക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഇത് മൂന്നും കൂടി കിടന്ന് നല്ലതുപോലെ മിക്സ് ആവട്ടെ. നല്ലോണം ഒന്ന് കുറുകി വറ്റി വരുന്നവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളപ്പാവൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പാലൊഴിക്കാം. പാലൊഴിച്ചിട്ടൊരു പായസത്തിൻ്റെ മോഡലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് പാല് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പത്തിനേക്കും പുറത്ത് 2 ആൾക്കാർ വന്നു. നിൽക്കുന്ന ഒരാളില്ലേ, അയാൾ മാത്രമൊന്നുമല്ല, വേറെയും കുറച്ച് ആൾക്കാർ നമ്മുടെ ടെറസിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഇവർ ഓടിക്കാൻ പോയപ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ തിളച്ച് കുറുകി വന്നു. എന്നാൽ പിന്നെ അതങ്ങ് വറ്റിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇതിനിപ്പോൾ എന്താ പേരൊന്നും എനിക്കറിയൂല. എന്തായാലും ഉണ്ടാക്കാൻ വിചാരിച്ചതൊന്നും ഉണ്ടായി വന്നത് വേറൊന്നുമാണ്. ശരി, എന്തായാലും നമുക്ക് വിശപ്പടങ്ങിയ പോരെ എന്ന് വിചാരിച്ച് ഞാനതങ്ങ് തിന്നു. നമ്മുടെ ഹോം മെയ്ഡ് നെയ്യ് ഉണ്ടാക്കുന്ന കഥ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടോക്ക് കേട്ടോ. അങ്ങനെ നമ്മളെ പേരില്ലാത്ത ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളം പോലെയാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇതും അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. വയറും ഫില്ലായി, അടിപൊളി. വേഗം തന്നെ ചെയ്യാനും പറ്റി. പിന്നെ ആ കുരങ്ങ് വന്നതിനെ കൊണ്ടാണ്. സാരമില്ല, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്.